അഡോബി ഫോട്ടോഷോപ്പ് ടൂൾസിലെ ആറാമത്തെ ടോപ്പിക് ക്രോപ്പ് ടൂൾ. നമ്മുടെ അടുത്ത ടൂള് ക്രോപ്പ് ടൂളാണ്. ക്രോപ്പ് ടൂൾ ഒരുമാതിരി എല്ലാവർക്കും അറിയായിരിക്കും. അതായത് പേര് പോലെ തന്നെ ക്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടൂളാണ്. ഇത് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള സൈസിൽ നമുക്ക് നമ്മുടെ ഇമേജ് ക്രോപ്പ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇനി ഇതിൽ റേഷ്യോ കീപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഷിഫ്റ്റ് ഞെക്കി പിടിച്ചു കഴിഞ്ഞാൽ ആ ഇരിക്കുന്ന റേഷ്യോ അത് കീപ്പ് ചെയ്തിട്ട് പോകാനായിട്ട് പറ്റും. എന്നിട്ട് നമ്മൾക്ക് ആവശ്യമുള്ള സൈസിൽ കൊണ്ടുവച്ചിട്ട് അവിടെ എൻ്റർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്രയും പോർഷൻ കട്ട് ചെയ്ത് ക്രോപ്പായിട്ട് വരും. ഞാൻ അതിനുശേഷം Ctrl+Z അടിച്ച് തിരിച്ചു വന്നു. സി എന്നുള്ളതാണ് ക്രോപ്പിൻ്റെ ഷോർട്ട് കീ. അതേപോലെ ക്രോപ്പ് ടൂളിലുള്ള മറ്റൊരു ഫീച്ചറാണ് ഡിലീറ്റ് ക്രോപ്ഡ് പിക്സൽസ് എന്നുള്ളത്. ഇത് നമ്മളിവിടെ ചെക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഈ പോർഷൻ ക്രോപ്പ് ചെയ്യാണ്. അതായത് ഇതിൽ നമ്മൾ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന പോർഷനാണ് ക്രോപ്പ് ചെയ്യുമ്പോൾ റിമൂവ് ആയിട്ട് പോകുന്നത്. നമ്മൾ ഡിലീറ്റ് ക്രോപ്ഡ് പിക്സൽസ് എന്ന ഓപ്ഷൻ ചെക്ക് ചെയ്തിട്ടുണ്ട്, അതായത് ഓൺ ആക്കി വച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് എൻ്റർ അടിച്ചതിന് ശേഷം ഈ സൈഡിലുള്ള ഇമേജ് ഒക്കെ അവർ റിമൂവ് ചെയ്ത് കളയും. അതായത് നമ്മൾ ഇനി ഇവിടുന്ന് മൂവ് ടൂൾ എടുത്തിട്ട് ഈ ഒരു ഇമേജ് നീക്കുകയാണെന്നുണ്ടെങ്കിൽ ആ റൈറ്റ് സൈഡിൽ ഉണ്ടായിരുന്ന ക്രോപ്പായി പോയ ഭാഗങ്ങളൊന്നും അവിടെ ഉണ്ടാകില്ല. നമുക്ക് അൺഡു ചെയ്ത്, അതായത് കൺട്രോൾ അല്ലെങ്കിൽ Command+Z അടിച്ച് തിരിച്ചു വരാം. ഇനി നമ്മൾ ഇത് അൺചെക്ക് ചെയ്തിട്ട് ക്രോപ്പ് ചെയ്യാൻ നോക്കുക. അതായത് ഇപ്പോൾ ക്രോപ്ഡ് പിക്സൽസ് ഡിലീറ്റ് ആകില്ല. കീബോർഡിൽ എൻ്റർ പ്രസ് ചെയ്തു. ഇനി നമ്മൾ വന്നിട്ട് മൂവ് ടൂൾ എടുത്തിട്ട് ഈ ഇമേജിനെ വീണ്ടും നീക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ക്രോപ്പായി പോയ പോർഷനിലെ ഇമേജും അവിടെ തന്നെ ഉള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും. കണ്ടോ, ആ പോർഷൻ അതിൻ്റെ അടിയിൽ തന്നെ കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സാഹചര്യത്തിനനുസരിച്ച് നമുക്കിത് ഡിലീറ്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് തീരുമാനിക്കാം. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വർക്കിൻ്റെ ഫൈനലായിട്ടുള്ള ഒരു ഔട്ട്പുട്ടിലേക്ക് എത്തി ഇനി അതിൻ്റെ സൈഡിലുള്ള പിക്സൽസ് ഒന്നും ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഡിലീറ്റ് ക്രോപ്ഡ് പിക്സൽസ് സെലക്ട് ചെയ്യാം. ഇല്ലെങ്കിൽ അതില്ലാതെ നമുക്ക് ക്രോപ്പ് ചെയ്യാം. നെക്സ്റ്റ് വരുന്നത് കണ്ടന്റ് അവെയർ എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഞാനിപ്പോൾ ഈ ഒരു ഇമേജിൻ്റെ ഡിലീറ്റ് ക്രോപ്ഡ് പിക്സൽ ചെയ്തിട്ട് സൈഡിലുള്ള പോർഷൻ ഡിലീറ്റ് ആക്കി കളഞ്ഞിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഇതിൻ്റെ സൈഡിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇനി ഞാനിവിടെ എൻ്റർ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഫോട്ടോഷോപ്പ് ആ സൈഡിലുള്ള ഇമേജ് ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരും. അതിനു വേണ്ടിയാണ് കണ്ടന്റ് അവെയർ എന്നുള്ള ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഈ ഒരാളുടെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് റെഡ് ആണല്ലോ. അപ്പോൾ ഫോട്ടോഷോപ്പ് ഓട്ടോമാറ്റിക്കലി ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇതാണെന്നുള്ള രീതിയിൽ മനസ്സിലാക്കിയിട്ട് സിമിലർ ആയിട്ടുള്ള കണ്ടന്റ് അവിടെ റെൻഡർ ചെയ്യും അല്ലെങ്കിൽ ജനറേറ്റ് ചെയ്യും. അപ്പോൾ ഇത് ഇങ്ങനെ റെഡ് ഫില്ല് ചെയ്ത് വരും. നമുക്കിവിടെ Ctrl+Z അടിച്ച് തിരിച്ച് പഴയ സ്റ്റേറ്റിലേക്ക് വരാം. ഇനി നമ്മളിത് ഓഫ് ചെയ്തിട്ടിട്ട് ഒന്നുകൂടെ നമ്മൾ ക്രോപ്പ് ചെയ്ത് ഈ ഇമേജിൻ്റെ സൈസ് വലുതാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ റീഫിൽ ചെയ്യില്ല, പകരം ബ്ലാങ്ക് ആയിട്ട് കിടക്കുന്ന ബാക്ക്ഗ്രൗണ്ട് തന്നെ ഉണ്ടാവുള്ളൂ.